ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഗൗരവ് എന്ന് പറയുന്ന 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആള് ഒരു ഹോട്ടൽ വെച്ച് നടത്തുമായിരുന്നു. കൃഷ്ണ കഫേ എന്നായിരുന്നു ആ ഒരു ഹോട്ടലിന്റെ പേര്. അപ്പോൾ AKG എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്തായിരുന്നു ആ ഒരു കഫേ ഉണ്ടായിരുന്നത്. ബ്രേക്ക് ടൈമിൽ സ്റ്റുഡൻസും മറ്റുമൊക്കെ വന്ന് സ്ഥിരമായിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടമൊക്കെ നടക്കാറുണ്ടായിരുന്നു. നല്ല രീതിയിൽ ആൾ ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡിസംബർ 2021 ഇയാളുടെ വിവാഹം കഴിയുകയായിരുന്നു. ടിന എന്നായിരുന്നു ആളുടെ വൈഫിന്റെ പേര്. അപ്പോൾ ഇവരുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യലി നല്ല എന്താ പറയുക സെറ്റായിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു. അതേപോലെ തന്നെ ഇവരുടെ 2 നില വീടായിരുന്നു ഉണ്ടായിരുന്നത്. വിവാഹത്തിന് ശേഷം ഗൗരവും ടിനയും മുകളിലത്തെ നിലയിലായിരുന്നു താമസിച്ചിരുന്നത്. അതേപോലെ തന്നെ പിന്നെ ആ വീട്ടിലുണ്ടായിരുന്നത് അമ്മയും 2 അനിയന്മാരുമാണ്. അവർ താഴത്തെ നിലയിലുമായിരുന്നു താമസിക്കുന്നുണ്ടായത്. പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു ഹാപ്പി ഫാമിലി ആയിരുന്നു അവരുടേത്. അങ്ങനെ ഇരിക്കെ സെപ്റ്റംബർ 6, 2022 ഈ ഗൗരവിൻ്റെ വീടിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്. ആ പാർക്കിൽ രാവിലെ ഒരു 7 മണി ടൈമിലൊക്കെ ആളുകൾ ഇങ്ങനെ മോർണിംഗ് വാക്കിന് പോകുമ്പോൾ ഇങ്ങനെ പാർക്കിൽ ഒരാൾ കിടക്കുന്നത് കാണുകയാണ്. അടുത്ത് ചെന്നപ്പോൾ അത് ഗൗരവാണെന്നുള്ളത് അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായി. കാരണം ആ ഏരിയയിലുള്ള എല്ലാവർക്കും അയാൾ അറിയായിരുന്നു. അപ്പോൾ ഗൗരവാണ് അങ്ങനെ കിടക്കുന്നത്. എന്നാൽ അടുത്ത് ചെല്ലുമ്പോഴാണ് അവർക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കുന്നത്. ഇയാളുടെ അടുത്ത് നിന്ന് മദ്യത്തിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതായത് മദ്യപിച്ച് ബോധം കെട്ട് ആളങ്ങനെ പാർക്കിൽ വീണ് കിടക്കുകയായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നതിൽ ഒരാൾ ഗൗരവിനെ ഇങ്ങനെ തിരിച്ചു കിടത്തുകയാണ്. അപ്പോൾ ആളുടെ മേല് മുഴുവൻ ബ്ലഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതായത് രക്തക്കറയായിരുന്നു. അപ്പോൾ ആരായിട്ട് അടി കൂടിയിട്ടാണാവോ അല്ലാന്നുണ്ടെങ്കിൽ ആരെ കൊന്നിട്ടാണാവോ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് ആൾക്കാരിങ്ങനെ വളരെ ആശ്ചര്യത്തോടു കൂടി ഇങ്ങനെ സംസാരിക്കാനുണ്ടായത്. അപ്പോൾ ആളിങ്ങനെ മുഖത്തടിച്ച് എഴുന്നേൽപ്പിക്കാനൊക്കെ നോക്കി വെള്ളമൊക്കെ കൊടുത്തിട്ട് ആളത്രത്തോളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ ബോധം വരികയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആളിങ്ങനെ എന്താ പറയുക ആ ഒരു മദ്യത്തിൻ്റെ ആ ഒരു ഇതിൽ ആളിങ്ങനെ പറയണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഭാര്യയായിട്ടുള്ള ടീനെ കൊന്നു, അങ്ങനെ ഒരു കാര്യം പറയുകയാണ് ഉണ്ടായത്. ഇത് കേട്ട അക്ഷരാർത്ഥത്തിൽ നാട്ടുകാർ തന്നെ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ അവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്, ഇതിലേക്ക് എത്താനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസ് സൈഡ്. ഈ ഗൗരവ് പറയുന്നത് നുണയാണോ സത്യമാണോ എന്ന് പോലും പ്രോസസ്സ് ചെയ്യാൻ നാട്ടുകാർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് അവർ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ലൊരു ഫാമിലി, നല്ലൊരു ലൈഫ് നയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആൾക്ക് നല്ല വരുമാനമുണ്ട്, നല്ലൊരു ഭാര്യയുണ്ട്, അതേപോലെ തന്നെ അമ്മയും അനിയന്മാരും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ഗൗരവിനെ അവിടെ ഇരുത്തിക്കൊണ്ട് ആളുകൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേര് നേരെ ഗൗരവിൻ്റെ വീട്ടിലോട്ട് പോവാണ്. ആളുടെ വീടും കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് അറിയായിരുന്നു. അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ വേറെ ഒരു അറ്റ്മോസ്ഫിയർ. അതായത് ഗൗരവിൻ്റെ അമ്മയും അതേപോലെ തന്നെ 2 അനിയന്മാരും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് വളരെ ധൃതി പിടിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ വന്ന ആളുകൾ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ എന്താ പറയുക മകൻ ഇവിടെ ഇങ്ങനെ പാർക്കിൽ വീണ് കിടക്കുന്നുണ്ട്, എന്തോ നിങ്ങളുടെ മകൻ്റെ ഭാര്യ ആൾ കൊന്നു എന്നൊക്കെയാണ് പറയുന്നത്, എന്താണെന്നൊക്കെ ചോദിക്കണം. എന്നാൽ ഇവർ അതിനൊന്നും മറുപടി പറയാതെ വീട് കൂട്ടി അവിടെ നിന്ന് വളരെ പെട്ടെന്ന് എസ്കേപ്പ് ആവുകയായിരുന്നു. അതായത് നാട്ടുകാർ കൂടുന്നതിന് മുൻപ് ഗൗരവിൻ്റെ അമ്മയും അതുപോലെ തന്നെ അനിയന്മാരും അവിടെ നിന്ന് എസ്കേപ്പായി. പിന്നീട് ഗൗരവിന് ഇങ്ങനെ ബോധം വന്നപ്പോഴാണ് താൻ ആ ഒരു എന്താ പറയുക ബോധക്കേടിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതെന്ന് ആലോചിച്ചുകൊണ്ട് ആൾ അവിടെ നിന്ന് ഇങ്ങനെ ഓടാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ നാട്ടുകാർ അയാളെ തടഞ്ഞു വെച്ചു. പിന്നെ ഗൗരവിൻ്റെ വീട് പൂട്ടി കിടക്കായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവർ പോലീസിനെയും അതുപോലെ തന്നെ വിവരം അറിയിക്കുകയാണ്. പോലീസുകാർ സ്ഥലത്തെത്തി, ഫോറൻസിക് ടീമും സ്ഥലത്തെത്തി. അവർ വാതിലിൻ്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറുകയായിരുന്നു. പോലീസുകാരങ്ങനെ അകത്ത് കയറി നോക്കുമ്പോൾ ഗൗരവ് പറഞ്ഞതുപോലെ തന്നെ അയാൾ ടിനയെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ക്രൂരമായിട്ടായിരുന്നു അത്തരത്തിലുള്ളൊരു കൊലപാതകം നടത്തിയത്. അതായത് ദേഹം മുഴുവൻ ഇങ്ങനെ മുറിഞ്ഞ പാടുകളുണ്ടായി, ചതഞ്ഞ പാടുകളുണ്ടായിരുന്നു, ബ്ലഡ് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കൈയും കാലും എല്ലാം ഒടിഞ്ഞിരിക്കുകയായിരുന്നു. തല മുതൽ എന്താ പറയുക ദേഹം മുഴുവൻ പാടുകളുണ്ടായിരുന്നു. ഇതൊന്നും പോരാത്തതിന് കഴുത്തിൽ കയറ് വെച്ചിട്ട് ഞെരിച്ചിട്ടായിരുന്നു കൊലപ്പെടുത്തിയിട്ടുണ്ടായത്. പോലീസ് നോക്കുമ്പോൾ ആരാണ് ഇത് ചെയ്തതെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല, ഗൗരവ് തന്നെയാണ്. ഗൗരവ് തന്നെ അത് പബ്ലിക്കായിട്ട് പറഞ്ഞൊരു കാര്യം കൂടെയാണ്. അടുത്തതായിട്ട് ഗൗരവിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലീസുകാർ ട്രാക്ക് ചെയ്യാണ്. അപ്പോൾ അവരുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടെന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. അവരെ അങ്ങനെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ആദ്യമായിട്ട് ഗൗരവിനെ തന്നെയായിരുന്നു പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോൾ ആളോട് ചോദിച്ചു എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തതെന്ന്. അപ്പോൾ ആൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ സ്റ്റോറി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഭാര്യ ആൾ ശരിയല്ല, അവൾക്ക് ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളതായിരുന്നു. അതായത് ഞങ്ങളുടേത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെ വഴി കൂടെ പോകുന്നവരോടും കാണുന്നവരോടും എല്ലാവരോടും സംസാരിക്കും. അതേപോലെ തന്നെ ഫുൾ ടൈം ഫോണിലാണ്, പല ആളുകളുമായിട്ടും പലതരത്തിലുള്ള ബന്ധമൊക്കെ ഉണ്ട്. ഇതൊന്നും പോരാത്തതിന് താഴത്ത് താമസിക്കുന്ന എൻ്റെ അനിയനുമായിട്ട് വരെ ഇവൾക്ക് അഫയർ ഉണ്ട്. അവർ എന്താ പറയുക അവർ തമ്മിലൊരു ബന്ധമുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഞാൻ കുടിച്ച് ബോധമില്ലാത്തൊരു സമയത്ത് ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്തതെന്ന് അയാൾ പറയുകയാണ്. അപ്പോൾ എന്തേ നിങ്ങളുടെ അനിയനെ കൊല്ലാതിരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അനിയനൊന്നും ചെയ്യാതിരുന്നതെന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ
ആള് പറഞ്ഞെന്തായിരുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയൻ എൻ്റെ കൂടപ്പിറപ്പാണ്, ഇങ്ങനെ പോരാത്തതിന് ഇവളുടെ ഒരു വൃത്തിയുടെ സ്വഭാവം കാരണം അവളാണ് എൻ്റെ അനിയനെ ചീത്താക്കിയത് എന്നുള്ളൊരു തരത്തിലാണ് അയാൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. ഇയാളുടെ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ പോലീസിനൊരു കാര്യം മനസ്സിലായി. ടീന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഇയാൾക്ക് എന്തോ ഒരു സൈക്കിക് ആയിട്ടുള്ളൊരു സ്വഭാവം ഉണ്ട് എന്നുള്ളൊരു തരത്തിൽ പോലീസിന് ഏകദേശം ഒരു ധാരണ ലഭിക്കുകയാണ്. അടുത്തതായിട്ട് പോലീസുകാർ ഇയാളുടെ ഫാമിലി മെമ്പേഴ്സിനെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളായിട്ട് ഈ ഗൗരവിന് കുടിക്കുന്ന ശീലം ഭയങ്കരമായിട്ട് കൂടുകയാണ്. അങ്ങനെ കുടിച്ചു വന്ന് വീട്ടിൽ ഡെയിലി ടിനയുമായിട്ട് അടിയാണ്. ആ അടിയുടെ സൗണ്ട് അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് കേൾക്കാറുണ്ട്. ഇവരങ്ങനെ അധികം മൈൻഡ് ചെയ്യാറില്ല. ഇത് ഡെയിലി ഉള്ളൊരു പതിവാണ്. അതിൻ്റെ ഇടയിലാണ് ഈ സംശയവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ അനിയനുമായിട്ട് ഇങ്ങനെയുള്ളൊരു ഇതുണ്ടെന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള അഫെയറും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ എന്നുള്ളൊരു തരത്തിലായിരുന്നു ഈ എന്താ പറയുക ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞത്. അവർ പറഞ്ഞത് ആ ഒരു കൊലപാതകവും അതുപോലെ തന്നെ ഇവരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇതേപോലെ തന്നെ ഗൗരവ് സംശയത്തിൻ്റെ പുറത്ത് കുടിച്ചു വന്നിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തതെന്ന് അവർ പോലീസിനോട് പറയുകയാണ്. അപ്പോൾ പോലീസുകാർ നോക്കുമ്പോൾ ഇവർ വളരെ ഇന്നസെൻ്റായിട്ട് എന്താ പറയുക ഗൗരവ് ആണിത് ചെയ്തത്, ഞങ്ങൾക്കിതൊന്നും അറിയില്ല, ഞങ്ങൾ അവനെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ടും ആൾ നന്നായില്ല, അങ്ങനെയുള്ളൊരു തരത്തിലാണ് ഇവർ പറയുന്നത്. ഗൗരവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക ആൾക്ക് സംശയമായിരുന്നു, അതേപോലെ തന്നെ അനിയനൊരു ബന്ധമുണ്ടായിരുന്നു, അങ്ങനെയുള്ള തരത്തിലുള്ളൊരു കഥയൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയോ എവിടേക്കോ ഒരു മിസ്സിങ്, അതായത് കണക്ഷനിൽ എന്തോ ഒരു മിസ്സിങ് പോലീസിന് ഇങ്ങനെ തോന്നുകയാണ്. അടുത്തതായിട്ട് അവർ എന്താ പറയുക എൻക്വയറി ചെയ്തത് ഈ കൊല്ലപ്പെട്ട പെൺകുട്ടി ഉണ്ടല്ലോ ടീന, അവരുടെ ഫാമിലി മെമ്പേഴ്സിനായിരുന്നു. അവരുടെ അച്ഛനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഒരുപാടധികം കാര്യങ്ങൾ പോലീസിന് മനസ്സിലാകുന്നത്. ഈ ഒരു കൊലപാതകം നടത്തിയതിൻ്റെ കാരണം വേറൊന്നായിരുന്നു, അത് സ്ത്രീധനമായിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം നടക്കുന്ന സമയത്ത് ഗൗരവിൻ്റെ വീട്ടുകാർ നല്ലൊരു കനത്ത സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ടീനയുടെ അച്ഛൻ കൊടുക്കുകയും ചെയ്തു. എന്നാൽ വിവാഹത്തിന് ശേഷവും ഇവരുടെ പൈസനോടുള്ള ഒരു ആക്രാന്തം തീർന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പൈസ ചോദിക്കാറുണ്ടായിരുന്നു. ടീന ആദ്യമൊക്കെ സഹിച്ചെങ്കിലും പിന്നീട് അവർക്കത് സഹിക്കാൻ പറ്റിയില്ല. അച്ഛൻ്റെ അടുത്ത് കാര്യം പറയുകയാണ്. അപ്പോൾ അച്ഛനാകെപ്പാടെ ദേഷ്യം വന്നു. അവർ ഇവരുടെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അതായത് ടീനക്ക് അത്രയും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അവിടെ ഇങ്ങനെ അവർ അനുഭവിപ്പിക്കുകയാണ്. ആ ഒരു സമയത്ത് അച്ഛൻ വന്ന് ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്നാലും പിന്നീട് അവർ സംസാരിച്ചു. പിന്നീട് ഇയാൾ കുറച്ച് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പല സമയത്തായിട്ട് പല എമൗണ്ട് ഇങ്ങനെ ഈ ഒരു ഗൗരവിൻ്റെ ഫാമിലിക്ക് ഈ ടീനയുടെ അച്ഛൻ കൊടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അതുകൊണ്ടൊന്നും തീർന്നില്ല, അതുകൊണ്ടൊന്നും ആൾ നിർത്തിയില്ല. വീണ്ടും അവരങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ടൈമിൽ ഈ ഗൗരവ് പറഞ്ഞു, ഞാൻ ഇത്രയും കാലം ഈ കഫേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സ്കൂട്ടറിനാണ്, എനിക്കൊരു ബുള്ളറ്റ് ബൈക്കും വേണം, അതുപോലെ തന്നെ ഒരു കാറും വേണമെന്ന് പറയുകയാണ്. നിൻ്റെ അച്ഛൻ്റെ കയ്യിലാണല്ലോ കാശുള്ളത്, വാങ്ങിക്കൊണ്ട് വരാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഇല്ല, ഇനി എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പൈസ ചോദിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ ആൾ അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അങ്ങനെ അടിക്കുകയാണ്, അതേപോലെ തന്നെ കുടിച്ചു വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുകയും ചെയ്തു. അവസാനം എന്താ പറയുക യാതൊരു ഗത്യന്തരവും ഇല്ലാതെ ഇതേപോലെ തന്നെ അച്ഛൻ്റെ അടുത്ത് കാര്യം പറയാണ്. അപ്പോൾ അച്ഛൻ ഇതേപോലെ തന്നെ ആളുടെ അക്കൗണ്ടിൽ അവസാനം ഉണ്ടായിരുന്ന ഒരു 7 ലക്ഷം രൂപ എടുത്ത് ഗൗരവിന് കൊടുക്കുകയാണ്. എന്നെക്കൊണ്ട് ബൈക്കും കാറും ഒന്നും ഒരുമിച്ച് വാങ്ങിച്ചു തരാൻ പറ്റില്ല, എൻ്റെ അക്കൗണ്ടിൽ ഇനി ഇത് മാത്രമേ ഉള്ളൂ, എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, ഇത് വെച്ചിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറയാണ്. അപ്പോൾ ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈസ വെച്ചിട്ട് ബൈക്കോ കാറോ ഒന്നും വാങ്ങിയില്ല, കട റെനോവേറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ പീഡനം നടക്കുന്നുണ്ട്, വീണ്ടും സ്ത്രീധനം ചോദിച്ചിട്ട് പീഡനം നടക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ പെൺകുട്ടി പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരു ഡിവോഴ്സ് കിട്ടാന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് നിന്നോളാം, എനിക്കിത് ഇനി അനുഭവിക്കാൻ പറ്റില്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പറയാണ്. എന്നാൽ ആ ഒരു സമയത്ത് ഈ അച്ഛൻ വിചാരിച്ചിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മകൾ വീട്ടിലോട്ട് വന്നു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മകളെ മര്യാദക്ക് വളർത്താതെ അല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ഇനി അവൾക്ക് പുതിയൊരു ജീവിതം എങ്ങനെ ഉണ്ടാവും, അടുത്തൊരാൾക്ക് എങ്ങനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും, ആളുകൾ എന്ത് പറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ മകളോട് സഹിച്ച് ക്ഷമിച്ച് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് പറയുകയാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറയുകയാണ്. എന്നാൽ ഒന്നും തന്നെ ശരിയായില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടും അയാൾ വീണ്ടും ഈ ഒരു സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞിങ്ങായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ പിന്നെ ഈ പെൺകുട്ടി തിരിച്ച് ഫൈറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. കാരണം തനിക്ക് എന്തായാലും വീട്ടിലോട്ട് പോകാൻ പറ്റില്ല, ഇയാളെ കൂടെ തന്നെ എന്തായാലും ജീവിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അച്ഛനെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് പറ്റില്ല, കാരണം അവരുടെ കയ്യിലൊന്നുമില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഈ പെൺകുട്ടി തിരിച്ച് ചോദിക്കാനായിട്ട് തുടങ്ങി. അതായത് നീയും സമ്പാദിക്കാനുള്ള, നിനക്ക് നിൻ്റെ കാശ് വെച്ച് ജീവിച്ചൂടെ, എന്തിനാണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്നായിട്ട് ഇത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഉപദ്രവം കൂടി, അടിയും കാര്യങ്ങളൊക്കെ കൂടുകയാണ്. ആ ഒരു സമയത്താണ് ഇതേപോലെ തന്നെ അവിഹിത കഥകളും മറ്റൊക്കെ ആൾ കൂടുതലായിട്ട് പറഞ്ഞുണ്ടാക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം
എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് സെപ്റ്റംബർ 5-ാം തീയതി ആയിരുന്നു. ആള് ജയ്പൂരുള്ള ആളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതായത് സെപ്റ്റംബർ 4-ാം തീയതി അടിയായി, വീട്ടിലാകെ പ്രശ്നമായിട്ട് ഇനി ഞാൻ ആ നാട്ടിലേക്ക് വരുന്നില്ല, എൻ്റെ കട നിങ്ങൾ നോക്കി നടത്തിക്കോ, ഞാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾ ജയ്പൂർ പോയേക്കായിരുന്നു. 5-ാം തീയതി വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഈ അമ്മയും അനിയന്മാരും ഒക്കെ പോയി അയാളെ തിരിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് ടിനയുടെ റൂമിലാക്കുകയാണ്. അതിനുശേഷം അന്ന് രാത്രി മുഴുവൻ ഈ ഒരു പെൺകുട്ടി കരയുന്ന സൗണ്ട് താഴെ കിടക്കുന്നവർ കേൾക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി മുഴുവൻ അയാൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ബേസ്ബോൾ ബാറ്റ് എടുത്തിട്ട് ആ പെൺകുട്ടിയെ തല്ലിക്കൊല്ലുമായിരുന്നു. അങ്ങനെയാണ് ആ ദേഹത്ത് ബ്ലഡും കാര്യങ്ങളും വന്നതും കയ്യും കാലും പൊടിഞ്ഞതും. അതിനുശേഷം ആ പെൺകുട്ടി മരിച്ചില്ല എന്ന് കണ്ടിട്ട് ഒരു കയറെടുത്തിട്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം അയാൾ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു, വീട്ടിലുള്ളവരോട് പറഞ്ഞു ഞാനിതേപോലെ തന്നെ ടിന്നെ കൊന്നിട്ടുണ്ടെന്ന്. അതിനുശേഷം നേരെ പാർക്കിലോട്ട് പോയി, പാർക്കിൽ ബോധം പോയി നിലത്ത് വീണ് കിടന്നു. ആ ഒരു ടൈമിലാണ് ഇവർ അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് ഇങ്ങനെ പതുക്കെ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് നാട്ടുകാരൊക്കെ ഇങ്ങനെ വന്ന് ചോദിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ അവർ അവിടെ നിന്ന്, അതായത് ക്രൗഡ് ആവുന്നതിന് മുന്നേ അവരവരുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഗൗരവ് മാത്രമല്ല ആ ഫാമിലി മുഴുവൻ കുറ്റക്കാരാണെന്നുള്ളത് പോലീസ് മനസ്സിലാക്കുകയാണ്. എന്താണല്ലേ കല്യാണം കഴിഞ്ഞൊരു പുതിയ ജീവിതം ആഗ്രഹിച്ചു വന്ന ആ ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്ന ക്രൂരത. അത്രത്തോളം അനുഭവിച്ചിട്ട് അത്രത്തോളം എന്താ പറയുക വേദന തിന്നിട്ടായിരിക്കും ആ ഒരു പെൺകുട്ടി മരിച്ചിട്ടുണ്ടാവുക. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.